സ്നേഹപ്പെട്ട എല്ലാവർക്കും പ്രതിദിന ചിന്തയിലേക്ക് സ്വാഗതം. ഇങ്ങനെയുള്ള ഒരു കാലത്തിനായിട്ടല്ലോ നീ രാജസ്ഥാനത്ത് വന്നിരിക്കുന്നത് ആർക്ക് അറിയാം? എസ്തേർ 4-14 ഇന്ത്യയുടെ ചരിത്രം നാം പഠിക്കുമ്പോൾ സ്ത്രീകൾക്കെതിരായ നിരവധി കുറ്റകൃത്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്ത്രീകളുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും അവകാശങ്ങൾ അവഗണിക്കപ്പെട്ടിരുന്നു. എന്നാൽ 19-ാം നൂറ്റാണ്ടിൽ അവസാനത്തിൽ ഒരു പുതിയ വിശ്വാസിയായ പണ്ഡിത രമാഭായി ഇത്തരം പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നതിന് പകരം തൻ്റെ വിശ്വാസം പ്രകടിപ്പാനും ആര്യ മഹിളാ സമാജ് എന്ന പ്രസ്ഥാനം ആരംഭിച്ച് പ്രശ്നങ്ങളെ ധൈര്യപൂർവ്വം അഭിമുഖീകരിക്കാനും തീരുമാനിച്ചു. നിരവധി പ്രതിബന്ധങ്ങളും ഭീഷണികളും നേരിട്ടു. അവർ സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിനും വിമോചനത്തിനും വേണ്ടി ആശയം പ്രവർത്തിച്ചു. അവൾ ഒരിക്കൽ പറഞ്ഞ പോലെ ദൈവത്തിന് പൂർണ്ണമായും സമർപ്പിക്കപ്പെട്ട ജീവിതത്തിന് ഭയപ്പെടാനൊന്നുമില്ല, നഷ്ടപ്പെടാനൊന്നുമില്ല, പശ്ചാത്താപിക്കാനൊന്നുമില്ല. പ്രേഷ്യയിലെ രാജകുമാരിയായ രാജ്ഞിയായ എസ്തേർ തൻ്റെ ജനതയെ വംശഹത്യ ചെയ്യാൻ അനുവദിക്കുന്ന ഒരു നിയമത്തിനെതിരെ സംസാരിക്കാൻ മടിച്ചപ്പോൾ അവൾ മിണ്ടാതിരുന്നാൽ അവളും അവളുടെ കുടുംബവും നശിച്ചുപോകുമെന്ന് അമ്മാവൻ മുന്നറിയിപ്പ് നൽകി. എസ്തേർ 4-13 ധീരത പുലർത്താനും നിലപാടെടുക്കാനുമുള്ള സമയമാണെന്ന് അറിയാമായിരുന്ന മൊർദെഖായി ചോദിച്ചു, എങ്ങനെയുള്ള കാലത്തിനായിട്ടല്ലയോ നീ രാജസ്ഥാനത്ത് വന്നിരിക്കുന്നത്? ആർക്കറിയാം? നാം വിളിക്കപ്പെടുന്നത് അനീതിക്കെതിരെ ശബ്ദമുയർത്തുവാനായാലും അല്ലെങ്കിൽ നമ്മെ വിഷമിച്ച ആളുകളോടൊപ്പം ശ്രമിക്കാനായാലും വെല്ലുവിളി നിറഞ്ഞ സാഹചര്യത്തിൽ ദൈവത്തെ നമ്മെ കൈവിടുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യുകയില്ലെന്ന് ബൈബിൾ ഉറപ്പു നൽകുന്നു. എബ്രായർ 13:5 പഠിക്കുമ്പോൾ കാണാനായിട്ട് സാധിക്കും. നമുക്ക് ഭയം തോന്നുന്ന നിമിഷങ്ങൾ സഹായത്തിനായി നാം ദൈവത്തിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ ദൗത്യം പൂർത്തീകരിക്കുന്നതിനായി അവൻ നമുക്ക് ശക്തിയും സ്നേഹവും സ്വയം ശിക്ഷണവും നൽകും. 2 തിമോഥെയോസ് 1:7 എന്തു ചെയ്തതിനായിരിക്കാം ദൈവം നിങ്ങളോട് ആവശ്യപ്പെടുന്നത്? വിളിക്കുത്തരം നൽകുവാൻ ഇതിനകം ഏതെല്ലാം സഹായ ഉപകരണങ്ങളാണ് ദൈവം നൽകിയിട്ടുള്ളത്? പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, എൻ്റെ ജീവിതത്തിൽ ഒരു അമൂല്യമായ വിളി നൽകിയതിന് നന്ദി. വിശ്വാസ ചൂട് വയ്ക്കുന്നതിൽ നിന്ന് എന്നെ തടയുന്ന ഭയത്തെ മറികടപ്പാൻ എന്നെ സഹായിക്കണമേ. താങ്ക് ഗോഡ് ബ്ലെസ് യു. പുതിയ ദിവസം പുതിയ അനുഭവങ്ങൾ ദൈവം നിറക്കട്ടെ. ഗോഡ് ബ്ലെസ് ഇൻ ജീസസ് നെയിം. ആമേൻ.